ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഡാറ്റാ സ്ട്രക്ചർ ലാബിലെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റാണ്. ഫൈൻഡ് ദ സം ഓഫ് ടു സ്പാർസ് പോളിനോമിയൽ യൂസിങ് അറേസ്. ഇപ്പം നിങ്ങൾക്ക് സ്പാർസ് പോളിനോമിയൽ എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം കുറച്ച് കാര്യങ്ങൾ ഇല്ലാതെ പറയാം. നിങ്ങൾക്ക് ഈ മോണോമിയൽ എന്താണെന്ന് അറിയാമായിരിക്കും. മോണോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത only one ടേം മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ മോണോമിയൽ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ 5x റൈസ് ടു 6, 1, 12x അങ്ങനെയൊക്കെ പോകുന്ന സിംഗിൾ ടേംസ്. ഒരു എക്സ്പ്രഷനകത്ത് ഒറ്റ ടേം മാത്രമേ കാണുള്ളൂ. അപ്പോൾ അങ്ങനത്തെ എക്സ്പ്രഷനെയാണ് നമ്മൾ മോണോമിയൽ എന്നുള്ളത്. പിന്നെ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്പ്രഷനാണ്. ആ എക്സ്പ്രഷനകത്ത് മോർ ദാൻ വൺ ടേംസ് ഉണ്ടായിരിക്കും കണക്റ്റഡ് വിത്ത് മാത്തമാറ്റിക്കൽ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷനെയാണ് നമ്മൾ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പോളിനോമിയൽ നിങ്ങൾ മാത്തമാറ്റിക്സിനകത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പോളിനോമിയലിനെ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4x ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 12. ഇതൊരു തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഈ പോളിനോമിയലിനെ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ വെച്ചിട്ടാണ്. അപ്പോൾ ഈ സിംഗിൾ ഡയമെൻഷണൽ അറേ വെച്ചിട്ട് നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് അറേക്കകത്ത് എപ്പോഴും ഇനി ഇൻഡെക്സ് വാല്യൂ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 5 ലൊക്കേഷനുള്ള അറേക്കകത്ത് 0, 1, 2, 3, 4 ഇത്രയും ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ടോട്ടൽ 5 ലൊക്കേഷൻസ് ഉണ്ട്. ഓരോ ഇൻഡെക്സ് പൊസിഷനെ നമ്മൾ അതിൻ്റെ എക്സ്പോണൻ്റായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഓരോ ടേമിൻ്റെ എക്സ്പോണൻ്റായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോളിനോമിയലിൻ്റെ എക്സ്പ്രഷൻ എന്ന് 4x ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 12. ഈ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഇതൊരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇതിന് ഒരു വേരിയബിൾ ഉണ്ട് എക്സ്, അതിൻ്റെ പവർ 0 ആണെങ്കിൽ 12x റൈസ് ടു 0 ആണ് നമ്മൾ 12 എന്ന് എഴുതുന്നത്. അപ്പോൾ ഈ x റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പോണൻ്റ് 0 ആണ്. ഈ 5xൽ എക്സിൻ്റെ എക്സ്പോണൻ്റ് 1 ആണ്, 2x സ്ക്വയറിൽ 2 ആണ്, 4x ക്യൂബിൽ 3. അപ്പോൾ ഇവിടെ നല്ല 4 ടൈംസ് ഉണ്ട്. അതിൻ്റെ എക്സ്പോണൻ്റ് 0, 1, 2, 3. അങ്ങനെ 5 or 10 ടേംസ് ഉണ്ടെങ്കിൽ 0, 1, 2, 3, 4, 5, 6, 7, 8, 10 അങ്ങനെ നമ്മൾ 10 എഴുതാം. അപ്പം ഈ എക്സ്പോണൻറ്റിനെ നമ്മൾ ഈ അറേയുടെ ഇൻഡെക്സ് ആയിട്ട്, ഒരു അറേയുടെ ഇൻഡെക്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ അറേയിൽ വരുന്ന ഓരോ എലമെൻറ്റിനെ അതിന് നമ്മൾ കോയിഫിഷ്യൻ്റായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പോണൻ്റ് 0 എന്ന് പറഞ്ഞാൽ 0th ഇൻഡെക്സിലിരിക്കുന്ന ലൊക്കേഷനിൽ 0th ഇൻഡെക്സ് അതിനകത്തിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് 12. അപ്പോൾ ഈ അറേയുടെ 0th ഇൻഡെക്സിലിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 12, അതായത് ഇതിൻ്റെ പവർ 0 ആണ്, അതുകൊണ്ട് അതിന് 12. ദെൻ ഇൻഡെക്സ് പൊസിഷൻ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് പൊസിഷൻ 1 ആണെങ്കിൽ അതിനകത്തിരിക്കുന്ന കോയിഫിഷ്യൻ്റ് 5. അടുത്ത് 2, -2, 4, 3, 4. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അത് നിങ്ങൾക്ക് എക്സ്പോണൻ്റ് 0 ആദ്യമോ ലാസ്റ്റിൽ തിരിച്ചെഴുതിയാലും മതി. 0, 1, 2, 3 ഇങ്ങനെ എഴുതിയാലും മതി. എങ്ങനെയാണോ നിങ്ങളുടെ കൺവീനിയൻറ്റ് ആ രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യുക. അസ്യൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോയിഫിഷ്യൻറ്റിനെ കറസ്പോണ്ടിങ് ഇൻഡെക്സ് പൊസിഷൻ്റെ ലൊക്കേഷനിലെ വാല്യൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ പോളിനോമിയൽ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് എക്സ്പ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഇനി നമുക്ക് 2 പോളിനോമിയൽ എങ്ങനെയാണ് ആഡ് ചെയ്യണത്. നമുക്ക് മാത്തമാറ്റിക്സിൽ 2 പോളിനോമിയൽ എങ്ങനെയാണ് ആഡ് ചെയ്യണമെന്ന് നമുക്കറിയാം. ഒരേ പവർ ഉള്ള അല്ലെങ്കിൽ ഒരേ എക്സ്പോണൻ്റ് ഉള്ള ടേംസിൻ്റെ കോയിഫിഷ്യൻ്റ് തമ്മിൽ ആഡ് ആണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അത് അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആണെങ്കിൽ അതിന് കോയിഫിഷ്യൻ്റാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. കോയിഫിഷ്യൻ്റ് സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഏത് കോയിഫിഷ്യൻ്റ് എല്ലാം തമ്മിൽ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഒരേ പവറുള്ള ടേംസിൻ്റെ കോയിഫിഷ്യൻ്റ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യും. അങ്ങനെ ഒരു ടേം അതിനകത്തില്ലെങ്കിൽ ആ ടേമിന് അതുപോലെ, കാരണം അത് സബ്ട്രാക്റ്റിംഗ് വിത്ത് 0 അല്ലെങ്കിൽ അഡീഷനും വിത്ത് 0. കാരണം അതിനകത്ത് അങ്ങനെ ഒരു ടേം ഇല്ല, അങ്ങനെ ഒരു കോയിഫിഷ്യൻ്റ് ഉള്ളൊരു ടേം ഇല്ല എങ്കിൽ രണ്ടാമത്തെ പോളിനോമിയൽ അങ്ങനെ ഒരു ടേം ഇല്ല എങ്കിൽ ഫസ്റ്റ് പോളിനോമിയലിൻ്റെ കൂടെ 0 ആയിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ടേം തന്നെ അവിടെ റിസൾട്ടൻറ്റിനകത്ത് വരും. ഇവിടെ 2
പോളിനോമിയൽ P1 4x³ + 5x² + 6x + 7 എന്ന് പറയുന്നത് P2 പോളിനോമിയൽ 2 എന്ന് പറയുന്നത് 3x³ + 4x² - 2x + 2. ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. P1നെ നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതാണ് 7, ഇതിൻ്റെ പവർ 0, അത് ഇതിൻ്റെ പവർ 1, 6 ഇവിടെ വയ്ക്കുന്നു, ഇതിൻ്റെ പവർ 2, 5 ഇവിടെ വയ്ക്കുന്നു, ഇത് ഇതിൻ്റെ പവർ 4. അപ്പോൾ ഇത് ഇൻഡെക്സാണ്, ഒരു അറേയുടെ ഇൻഡെക്സ് ലൊക്കേഷനാണ്. ആ ഇൻഡെക്സ് ലൊക്കേഷനെ നമ്മൾ പവറായിട്ട് കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റായിട്ട് അല്ലെങ്കിൽ എക്സ്പോണൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻ്റ് അതിൻ്റെ ലൊക്കേഷൻ വാല്യൂ ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. ഒരു സെക്കൻഡ് പോളിനോമിയൽ നമ്മളിങ്ങനെ എഴുതുന്നു. ഇനി നമ്മൾ അഡീഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരേ കോഎഫിഷ്യൻ്റ് വരുന്ന ടേംസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരേ എക്സ്പോണൻ്റ് വരുന്ന ടേംസിൻ്റെ കോഎഫിഷ്യൻ്റ് തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 0യും ഈ 0th ലൊക്കേഷനിലിരിക്കുന്ന വാല്യൂ തമ്മിൽ ആഡ് ചെയ്യും. ഇവിടെ 0th ലൊക്കേഷൻ വാല്യൂ ഇല്ലെങ്കിൽ അത് 0 ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ 7 ഈ 0യും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വാല്യൂ ഉണ്ട്. അപ്പോൾ 7 2 കൂടെ ആഡ് ചെയ്ത് നമ്മളിവിടെ 9 ആയിട്ട് വയ്ക്കുന്നു. അടുത്തത് 6ഉം -2 കൂടെ ആഡ് ചെയ്യുന്നു, 4 ആയിട്ട് വയ്ക്കുന്നു. 5ഉം 4ഉം കൂടെ ആഡ് ചെയ്ത് 9 ആയിട്ട് വയ്ക്കുന്നു. 4ഉം 3യും കൂടെ ആഡ് ചെയ്ത് 7 ആയിട്ട് വയ്ക്കുന്നു. എക്സ്പൊണൻ്റ് അതുപോലെ ഇൻഡെക്സ് പൊസിഷനിലിരിക്കുക, കാരണം എക്സ്പൊണൻ്റിൽ മാറ്റം വരുന്നില്ല. ഒരേ എക്സ്പൊണൻ്റുള്ള വാല്യൂസിൻ്റെ എക്സ്പൊണൻ്റുള്ള ടേംസിൻ്റെ കോഎഫിഷ്യൻ്റ് തമ്മിലാണ് ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാത്തമെറ്റിക്സിലുള്ളതാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇനി നമ്മൾ എന്താണ് ഈ സ്പാർസ് പോളിനോമിയൽ എന്ന്? ഈ സ്പാർസ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയലിന് മെജോറിറ്റി ടേംസ് സീറോസ് ആണെങ്കിൽ അതിനെ നമ്മൾ സ്പാർസ് പോളിനോമിയൽ എന്ന് പറയും. ഇപ്പോൾ ഈ ഒരു പോളിനോമിയൽ 10x⁻12 + 5x³ + 3, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 12th ഡിഗ്രി പോളിനോമിയലാണ്. പക്ഷേ ഇതിനകത്ത് 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടേമിൻ്റെ പവർ വരുന്നത് 3 ആണ്. അപ്പോൾ 12, 11, 10, 9, 8 എന്ന് പറഞ്ഞാൽ അപ് ടു 4 വരെയുള്ള ടേംസ് 0 ആണ്. ദെൻ അത് കഴിഞ്ഞ് അടുത്ത് എക്സ്പൊണൻ്റ് 0 ആണ്. അപ്പം 2, 1 ഇല്ല, 0. അപ്പോൾ ഇവിടെ 0-ൽ ഒരു ടേം ഉണ്ട്, കോഎഫിഷ്യൻ്റ് ഉണ്ട്. ദെൻ 3-ൽ ഒരെണ്ണമുണ്ട്, ദെൻ 12-ൽ ഒരെണ്ണമുണ്ട്. അങ്ങനെ 3 ടേമേ ഉള്ളൂ, ബാക്കിയെല്ലാം സീറോസ് ആണ്. അപ്പോൾ ഈ ഇൻഡെക്സ് പൊസിഷൻസിലെല്ലാം നമുക്ക് സീറോസ് റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരും. ആകെ 3 ടേംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു അറേയുടെ മെജോറിറ്റി എലമെൻറ്റും 0 ആണെങ്കിൽ അത്തരം പോളിനോമിയലിനെയാണ് നമ്മൾ സ്പാർസ് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി ഇത് തന്നെയാണ്. എക്സ്പൊണൻ്റ് നമ്മളൊരു അറേ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ 12 ലൊക്കേഷനുള്ള ഒരു അറേയാണ് എടുത്തിരിക്കുന്നത്. ഈ 12 ലൊക്കേഷനിലുള്ള അറേ 12 അല്ല, 0 മുതൽ 12, അപ്പോൾ 13 ലൊക്കേഷനിലുള്ള ഒരു അറേയിൽ നമുക്ക് ആകെ 3 വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ളൂ, ബാക്കി എല്ലാം 0 ആണ്. മനസ്സിലായില്ലേ? 10 ലൊക്കേഷനിൽ 0 ആണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വേസ്റ്റേജ് ഓഫ് മെമ്മറിയാണ്. ഇങ്ങനെ ഒരു 3 ടേമിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വലിയൊരു അറേ എടുത്തിട്ട് അതിനകത്ത് 10 ടേമും 0 സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. അത് ആവശ്യമില്ലാത്ത ടേംസാണ്. അപ്പോൾ ഇങ്ങനെ പോളിനോമിയൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു വേസ്റ്റേജ് ഓഫ് മെമ്മറിയാണ്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു മെത്തേഡ് ഉപയോഗിക്കുന്നു. ആ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ സ്പാർസ് പോളിനോമിയലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു 2 ഡയമെൻഷണൽ അറേ എടുക്കുന്നു. ആ 2 ഡയമെൻഷണൽ അറേയിൽ 2 കോളമേ ഉള്ളൂ. ഫസ്റ്റ് കോളത്തിനകത്ത് നമ്മൾ ആ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻറ്റും സെക്കൻഡ് കോളത്തിനകത്ത് അതിൻ്റെ എക്സ്പൊണൻറ്റും വയ്ക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പവറും വയ്ക്കുന്നു. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോളിനോമിയലിനെ 3 ടേം വെച്ച് 3 6 ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ നമുക്ക് 13 ലൊക്കേഷനും വേണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഒരു പോളിനോമിയലിനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കോളം എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, 2 കോളമേ ഉള്ളൂ. ഫസ്റ്റ് 0th കോളത്തിനകത്തിരിക്കുന്ന കോഎഫിഷ്യൻറ്റും ഫസ്റ്റ് കോളത്തിനകത്തിരിക്കുന്നത് എക്സ്പൊണൻറ്റുമാണ്. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് നമുക്കൊരു സ്പാർസ് മെട്രിക്സിനെ റെപ്രസെൻ്റ് ചെയ്ത് നമുക്ക് മെമ്മറി വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഇനി ഞാൻ ഇവിടെ ഒരു പോളിനോമിയൽ എഴുതിയിട്ടുണ്ട്. 2x⁻90 + 4x⁻78 - 14x⁻48 + 10x⁻6 - 4x² + 10x. അപ്പോൾ ഇതിനെ നമ്മളിത് ഇങ്ങനെ എഴുതുകയാണ്, ഇങ്ങനെ എഴുതി. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് പവറുള്ള ടേം എന്ന് പറഞ്ഞാൽ x⁻1 ആണ്, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 10. അത് കഴിഞ്ഞ് 2 ആണ്, അതിൻ്റെ -4. അത് കഴിഞ്ഞ് 6 ആണ്, അതിൻ്റെ 10. അത് കഴിഞ്ഞ് 48, അതിൻ്റെ -4. അടുത്ത 78, അടുത്ത 4, അടുത്തത് 90, 90യുടേത് 2.
ഇതിങ്ങനെ തന്നെ എഴുതണമെങ്കിൽ തിരിച്ചെഴുതാം. 290 ഇവിടെ എഴുതാം, അത് കഴിഞ്ഞ് 478 രണ്ടാമത് എഴുതാം. അത് നിങ്ങളെ കൺവീനിയൻറ്റ് എങ്ങനെയാണോ ആ രീതിയിൽ എഴുതിയാൽ മതി. ഏതാണ് നിങ്ങൾക്ക് ഈസി എന്നുള്ള മെത്തേഡ്, നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ അത് ഇരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണമെന്നുള്ളത് മാത്രം. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ 90 ആണ് ഇതിൻ്റെ ഡിഗ്രി. ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി 90 ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 91 ലൊക്കേഷൻ നമ്മൾ ഉള്ളൊരു സിംഗിൾ ഡയമെൻഷനിൽ അറേ വയ്ക്കണമായിരുന്നു. എന്നിട്ട് അതിനകത്ത് ആകെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഫീൽഡിൻ്റെ വാല്യൂ എന്ന് 6 ആണ്. മനസ്സിലായില്ല? 91-ൽ 6 ലൊക്കേഷൻസ് മാത്രമേ ബാക്കി നമുക്ക് യൂസ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കി റിമൈനിങ് ലൊക്കേഷനെല്ലാം നമ്മൾ 0 വെക്കേണ്ടതാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒരു സ്പാർസ് പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഇനി നമ്മൾ എങ്ങനെയാണ് രണ്ട് സ്പാർസ് പോളിനോമിയലിനെ ആഡ് ചെയ്യണമെന്ന് നോക്കുക. അപ്പോൾ സ്പാർസ് പോളിനോമിയലിൽ ഇവിടെ ഒരു 12x52 + 9x21 - 4x6 + 10x6 + 2x² + 4 ഇങ്ങനെ ഒരു പോളിനോമിയൽ. ഇത് സെക്കൻഡ് പോളിനോമിയൽ. ഇതിനെ നമ്മൾ 2 2-ഡയമെൻഷണൽ അറേ വെച്ചിട്ട് ഇങ്ങനെ ഈ 2 സ്പാർസ് പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡിഗ്രി 96, ഇതിൻ്റെ 52. ഏറ്റവും ഹയസ്റ്റ് ടേം ഉള്ള പവറാണ് ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്നുള്ളത്. ഇത് 96, ഇത് 52 ആണ്. പക്ഷേ അതിനെ നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ്. ഇത് ഇനി എങ്ങനെയാണ് ഇത് തമ്മിൽ ആഡ് ചെയ്യണമെന്നുള്ളത് നോക്കുക. നമുക്ക് ആഡ് ചെയ്യണത് പോളിനോമിയൽ അഡീഷൻ്റെ അതേ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അറേ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യത്തെ ഇതേ രീതിയിലാണ് ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാം. ഇൻഡെക്സ് പൊസിഷനിലിരിക്കുന്ന കോഎഫിഷ്യൻറ്റ് തമ്മിൽ ആഡ് ചെയ്യാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ലൊക്കേഷനും ഡിഫറൻറ്റ് ഇൻഡെക്സ് വാല്യൂ ആണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? ഡിഫറൻറ്റ് ഇൻഡെക്സ് വാല്യൂ ആണ് നമ്മൾ സെക്കൻഡ് കോളത്തിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കറസ്പോണ്ടിങ് ഇൻഡെക്സ് പൊസിഷനിലിരിക്കുന്ന എലമെൻറ്റ്സ് തമ്മിൽ കോഎഫിഷ്യൻറ്റ് തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അതിൻ്റെ അൽഗോരിതം ഉണ്ട്. അൽഗോരിതം നമുക്കൊന്ന് നോക്കാം. ഇതാണ് അൽഗോരിതം. അപ്പം ലെറ്റ് n and m are the number of terms of first and second polynomials respectively. അപ്പോൾ ഫസ്റ്റ് പോളിനോമിയലിൻ്റെ നമ്പർ ഓഫ് ടേംസ് n-ഉം സെക്കൻഡ് പോളിനോമിയലിൻ്റെ നമ്പർ ഓഫ് ടേംസ് m-ഉം ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ P1-നകത്ത് n നമ്പർ ഓഫ് റോസ് ഉണ്ടായിരിക്കും. ഇതിൽ കണ്ടില്ലേ എത്ര ടേംസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് റോസ് ഉണ്ട്. ഇതിൽ 1 2 3 4 5 6 1 2 3 4 5 1 2 3 4 5 6 4 2 ഇത് ഇവിടെ ഒരെണ്ണം മിസ്സായിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ടേം മിസ്സായിരിക്കണം 10. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് 6 ടേംസ് വരണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 1 2 3 4 5 6 7 അങ്ങനെയല്ലേ ഇത്രയും നമ്പർ ഓഫ് ടേംസ് ഇതിനകത്ത് വരണം. എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് റോസും ഉണ്ടായിരിക്കും. ആ പോളിനോമിയലിന് തന്നെ ഇതിനകത്ത് ഈ 10 എന്ന് പറയുന്നത് ഇത് മിസ്സായിരിക്കുന്നതാണ്. ഇത് ഇവിടെ അങ്ങനെ ഒരു ടേം കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ 6 ടേംസ് വരേണ്ടതാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് അറേയുടെ റോസ് എന്ന് പറഞ്ഞാൽ n ആണ്. കാരണം ഇതിനകത്ത് n ടേംസ് ഉണ്ട്, ഇതിനകത്ത് m ടേംസും ഉണ്ട്. അപ്പം P1-ൻ്റെ ഡയമെൻഷൻ n/2, P2-ൻ്റെ ഡയമെൻഷൻ m/2. അങ്ങനെ 2 അറേ ഡിക്ലെയർ ചെയ്ത് അതിനകത്തോട്ടാണ് നമ്മൾ ഇങ്ങനെ ടേംസിൻ്റെ കോയിഫിഷ്യൻറ്റും എക്സ്പൊണൻറ്റും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ 2 അറേ റെപ്രസെൻറ്റ് ചെയ്ത് അതിനകത്തോട്ട് നമ്മൾ പോളിനോമിയലിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ആർ ദ അറേസ് ഫോർ ദ പോളിനോമിയൽ. ഇതിലാണ് P1-ഉം P2 എന്നാണ് 2 അറേ നമ്മൾ പോളിനോമിയലിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് സം കണ്ടുപിടിക്കുമ്പോഴുള്ള പോളിനോമിയൽ വരുന്ന മാക്സിമം ടേംസ് n+m ആയിരിക്കും. അത്രയും ടേംസ് ഉള്ളൊരു അറേയും കൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിൻ്റെ കോളംസ് 2 ആണ്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ദെൻ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. k 0 ആയിട്ടും j = 0 ആയിട്ടും i = 0. ഇത് ഓരോന്നും ഓരോ പോളിനോമിയലിൻ്റെ ടേം പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിൾസാണ്. കാരണം ഇത് 3 പോളിനോമിയലാണ്. 3 പോളിനോമിയലിൻ്റെ ട്രാവേഴ്സൽ ഡിഫറൻറ്റ് രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് 3 വേരിയബിൾ നമുക്ക് വേണം. അതിൻ്റെ ഇനിഷ്യലി നമ്മൾ 0 വയ്ക്കുകയാണ്. അത് 0th ടേം, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം എന്നെടുക്കാൻ വേണ്ടിയിട്ട് 0 ആയിട്ട് വെച്ചേക്കുന്നത്. കാരണം അറേയുടെ ഇൻഡെക്സ് വാല്യൂ 0-ലാണ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമ്മുടെ കണ്ടീഷൻ ഇതാണ്, വൈൽ i <n. അപ്പോൾ i എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ. ഞാനിവിടെ ഫസ്റ്റ് പോളിനോമിയലിനെ
കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടേം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ എന്നുള്ള വേരിയബിൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ മൂവ്മെൻറ്റ്, അതിൻ്റെ ട്രാവേഴ്സൽ എന്നാണ് ലെസ് ദാൻ എൻ വരെ പോകാൻ പറ്റില്ല. കാരണം അതിനകത്ത് എൻ റോസ്, എൻ ടേംസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ എൻ വരെ പോകുന്ന ഒരു ലൂപ്പാണ് എഴുതിയിരിക്കുന്നത്. ദെൻ അടുത്ത ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ഈ ജെ ലെസ് ദാൻ എം ആണെങ്കിൽ, അപ്പോൾ ഈ ലൂപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യണമെന്നാണ് ജെ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇരിക്കുന്ന വാല്യൂ, ലൂപ്പ് കൺട്രോൾ വാല്യൂ, അല്ലെങ്കിൽ ഈ വേരിയബിളിൻ്റെ വാല്യൂ എം സെക്കൻഡ് പോളിനോമിയലിൻ്റെ ടേംസിനേക്കാൾ ചെറുതാണെങ്കിൽ ഇനി പറയുന്ന കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇഫ് P1 ഓഫ് I ഓഫ് 1, അതായത് ഫസ്റ്റ് പോളിനോമിയലിൻ്റെ ith റോയിലെ ഫസ്റ്റ് കോളത്തിൽ ഇരിക്കുന്ന വാല്യൂ, അതായത് ഫസ്റ്റ് കോളത്തിൽ എപ്പോഴും 0th കോളത്തിനകത്ത് നമ്മുടെ കോഎഫിഷ്യൻറ്റും ഫസ്റ്റ് കോളത്തിനകത്ത് എക്സ്പോണൻറ്റുമാണ് ഇരിക്കുന്നത്. ഈ എക്സ്പോണൻറ്റും P1ൻ്റെ എക്സ്പോണൻറ്റും P2ൻ്റെ എക്സ്പോണൻറ്റും സെയിം ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കാരണം രണ്ടിൻ്റെ ഐയുടെയും ജെയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ P1ൻ്റെ P2ൻ്റെ എക്സ്പോണൻറ്റ് സെയിം ആണോ? സെയിം ആണെങ്കിൽ നമുക്ക് P1ൻ്റെ കോയിഫിഷ്യൻറ്റും P2ൻ്റെ കോയിഫിഷ്യൻറ്റ് 0ത്തിലാണ് ഇരിക്കുന്നത്, എക്സ്പോണൻറ്റ് 1ലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കോയിഫിഷ്യൻറ്റും കൂടെ ആഡ് ചെയ്ത് P3യിലോട്ട് പ്ലേസ് ചെയ്യുന്നു. P3 എന്ന് പറഞ്ഞാൽ K എന്ന് പറഞ്ഞാൽ 0യിലാണ്. അപ്പോൾ C3യുടെ കറസ്പോണ്ടിങ് 0th റോളത്തിനകത്തോട്ട് പ്ലേസ് ചെയ്യുന്നു. ദെൻ P3 അപ്പോൾ ഇത് ആഡ് ചെയ്ത് കോഎഫിഷ്യൻ്റ് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ P3യുടെ എക്സ്പോണൻ്റായിട്ട് P1ൻ്റെ എക്സ്പോണൻറ്റിനെ നമ്മളങ്ങ് പ്ലേസ് ചെയ്യും. അല്ലെങ്കിൽ P2ൻ്റെ എക്സ്പോണൻറ്റ് പ്ലേസ് ചെയ്താലും മതി. ഏതർ P1 ഓർ P2ൻ്റെ എക്സ്പോണൻറ്റ് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഒരു ടൈം കിട്ടി. 0th ലൊക്കേഷനിലിരിക്കുന്നത്, അത് നമ്മുടെ ലോവസ്റ്റ് ടൈം ആയാലും ഹയസ്റ്റ് ടൈം ആയാലും അതിൻ്റെ എക്സ്പോണൻറ്റ് ഈക്വൽ ആണെങ്കിൽ അത് തമ്മിൽ ആഡ് ചെയ്ത് റിസൾട്ടൻറ്റിനകത്ത് കോഎഫിഷ്യൻറ്റിനകത്ത് പ്ലേസ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ പവർ നമ്മൾ റിസൾട്ടൻ്റെ പവറായിട്ട് വയ്ക്കുന്നു. ദെൻ കെയും ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, ഐ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, ജെയും ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ ലൊക്കേഷനും കറസ്പോണ്ടിങ് ലൊക്കേഷൻ, കാരണം ഒരു ടൈം കിട്ടി കഴിഞ്ഞാൽ ആ ഒരു ടൈം കഴിഞ്ഞതുകൊണ്ട് അപ്പോൾ രണ്ട് പോളിനോമിയലിൻ്റെയും ഇൻഡെക്സ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു, റിസൾട്ടൻറ്റിൻ്റെയും ഇൻഡെക്സ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. ഇനി ഇതല്ല എങ്കിൽ അടുത്ത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1ൻ്റെ എക്സ്പോണൻറ്റ് P2ൻ്റെ എക്സ്പോണൻറ്റിനേക്കാൾ ചെറുതാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. P1ൻ്റെ എക്സ്പോണൻറ്റ് P2ൻ്റെ എക്സ്പോണൻറ്റിനേക്കാൾ ചെറുതാണോ എന്നല്ല നോക്കേണ്ടത്, ഗ്രേറ്റർ ദാൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇത് ഓർത്തോളണം, ഇത് തിരിച്ചെഴുതുക. P1ൻ്റെ എക്സ്പോണൻറ്റ് P2ൻ്റെ എക്സ്പോണൻറ്റിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് P1ൻ്റെ എക്സ്പോണൻറ്റ് P2ൻ്റെ, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ വന്നിട്ട് ഇവിടെ ഈ രണ്ട് ടേം കഴിഞ്ഞ് ഈ ടേം എടുക്കുക. ഈ ടേമും എടുത്തു കഴിഞ്ഞാൽ ഈ -8x⁻⁻12 ഈ +9x⁻11 21 എടുത്തു കഴിഞ്ഞാൽ ഇത് P1, ഇത് P2. ഈ P1ൻ്റെ എക്സ്പോണൻറ്റ് P2ൻ്റെ എക്സ്പോണൻറ്റിനേക്കാൾ കൂടുതലാണ്. അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഇത് ലെസ് ദാൻ അല്ല, ഗ്രേറ്റർ ദാൻ ആണ്. ഓർത്തോളം ഇത് ഗ്രേറ്റർ ദാൻ ആണ്. എഴുതിയപ്പം തെറ്റിപ്പോയതാണ്. ഇത് ഗ്രേറ്റർ ദാൻ ആണ്. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ മനസ്സിലായില്ലേ? ഈ എക്സ്പോണൻറ്റ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ദെൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ടേമിനെ എടുത്ത് നമ്മൾ റിസൾട്ടിനായിട്ട് വയ്ക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കറിയാം ഇത് തമ്മിൽ ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. 9x⁻21 -8x⁻12 ഈ രണ്ട് ടേം വരുമ്പോൾ ആദ്യം ഇതാണ് വയ്ക്കുന്നത്, ഇത് കഴിഞ്ഞിട്ടേ ഇത് വരുള്ളൂ. അപ്പം ആ കണ്ടീഷൻ P1ൻ്റെ ഫസ്റ്റ് പോളിനോമിയലിൻ്റെ എക്സ്പോണൻറ്റ് സെക്കൻഡ് പോളിനോമിയലിൻ്റെ എക്സ്പോണൻറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ടേമിനെ അതുപോലെ എടുത്ത് റിസൾട്ടിനകത്ത് വയ്ക്കുക. അതുകൊണ്ടാണ് ഈ P1 ഓഫ് I ഓഫ് 0 അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആദ്യം വയ്ക്കുന്നു, ദെൻ എൻ്റെ എക്സ്പോണൻറ്റ് വയ്ക്കുന്നു. പിന്നെ നമുക്ക് ഇൻക്രിമെൻ്റ് ചെയ്യേണ്ട കെയും ഐയും ആണ്. ഫസ്റ്റ് പോളിനോമിയലിൻ്റെ ഇൻഡെക്സും റിസൾട്ടൻറ്റിൻ്റെ ഇൻഡെക്സുമാണ് ഇൻക്രിമെൻ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് പോളിനോമിയലിൻ്റെ ഇൻഡെക്സ് അവിടെ തന്നെ ഇരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുമാണ് ചെയ്യണമെങ്കിൽ ഇതിനെ അങ്ങ് പ്ലേസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അടുത്ത ഈ ടേമാണ് എടുക്കേണ്ടത്. മറ്റത് ഇത് തന്നെ ഇരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഡെക്സ് വാല്യൂ മാത്രം ഇൻക്രിമെൻ്റ് ചെയ്യുക. ഇനി ഇതല്ല എങ്കിൽ
ഇതല്ല എങ്കിൽ, അപ്പോൾ ഈക്വലും അല്ല, ഫസ്റ്റ് പോളിനോമിയലിൻ്റെ എക്സ്പൊണൻ്റ് സെക്കൻഡ് പോളിനോമിയലിൻ്റെ എക്സ്പൊണൻ്റിനേക്കാൾ വലുതുമല്ല എങ്കിൽ പിന്നെ നമ്മൾ സെക്കൻഡ് പോളിനോമിയലിന് അതിൻ്റെ ടേം എടുത്ത് അതിനകത്തോട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എടുത്ത് നോക്കുക. 12x⁻52, ഇത് 2x⁻96. ഇത് ആദ്യം ഈക്വൽ ആണെന്ന് നോക്കുന്നു. രണ്ടും ഈക്വൽ ആണെന്ന് നോക്കുക. അല്ല, ഈക്വൽ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പൊണൻ്റിനേക്കാൾ കൂടുതലാണെന്ന് നോക്കും. ഇത് കൂടുതലും അല്ല, കാരണം ഇതാണ് കൂടുതൽ, ഇതിൻ്റെ എക്സ്പൊണൻ്റാണ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഇതിനടുത്താണ് പ്ലേസ് ചെയ്യേണ്ടത്. റിസൾട്ടൻറ്റിൻ്റെ ആദ്യം പ്ലേസ് ചെയ്യേണ്ടത് ഇതിൽ കണ്ടില്ലേ, ആദ്യം ഇതിൽ ഇങ്ങനെയുണ്ട് കിടക്കുന്നത്, എടുത്ത് പ്ലേസ് ചെയ്യേണ്ടത് ഇതിനാണ്. ഇതിപ്പോൾ ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്യുന്നുവെങ്കിൽ ആദ്യം പ്ലേസ് ചെയ്യേണ്ടത് ഇതാണ്. ആ 2x⁻96 അതുപോലെ ഇങ്ങനെ പോരും, റിസൾട്ടൻ്റെ അകത്ത് വരും. മനസ്സിലായില്ലേ? അതാണ് വരേണ്ടത്. അപ്പോൾ എൽസിലാണെങ്കിൽ സെക്കൻഡ് ടേം പോളിനോമിയലിൻ്റെ ടേം എടുത്ത് പ്ലേസ് ചെയ്യുക. ദെൻ റിസൾട്ടൻറ്റിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ ഇൻക്രിമെൻറ്റ് ചെയ്യണം. സെക്കൻഡ് പോളിനോമിയലിൻ്റെ ഇൻഡെക്സും പോളിനോമിയൽ ഇവിടെ എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റിന് ഇൻക്രിമെൻറ്റ് ചെയ്യണം, ഫസ്റ്റ് പോളിനോമിയലിൻ്റെ ഇൻഡെക്സുമാണ് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഇവിടെ ഈക്വൽ ആണെങ്കിൽ റിസൾട്ടൻറ്റിനെ ഇൻക്രിമെൻറ്റ് ചെയ്യണം, ഫസ്റ്റിൻ്റെ ഇൻഡെക്സ് ഇൻക്രിമെൻറ്റ് ചെയ്യണം, സെക്കൻഡിൻ്റെയും ഇൻക്രിമെൻറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പം J<M ആണെങ്കിൽ ഇത്രയും കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ടേംസ് ആഡ് ചെയ്യണം. ഇനി J<M അല്ല, J>M അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് സെക്കൻഡ് പോളിനോമിയലിൻ്റെ ടേം ഫസ്റ്റ് പോളിനോമിയലിൻ്റെ ടേമിനേക്കാൾ കുറവായിരിക്കാം, അതുകൊണ്ട് അത് തീർന്നു പോയി, അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നാണ് അതിൻ്റെ മീനിങ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇത് ഫസ്റ്റും ഇത് സെക്കൻഡും ആണെങ്കിൽ ഇത് ട്രാവേഴ്സ് ചെയ്ത് വരുമ്പോൾ ഇത് കഴിഞ്ഞു പോകും, ഇത് ഇവിടെ എവിടെയെങ്കിലും നേരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ J<M എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫെയിലാവും. പക്ഷേ I എന്നൊരിക്കലും N കഴിയത്തുമില്ല. അപ്പം പിന്നെ നമ്മൾ ഈ പോളിനോമിയലിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട, പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ പോളിനോമിയൽ മാത്രം. അപ്പോൾ അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ ഫെയിലാണെങ്കിൽ J>M അല്ല എങ്കിൽ ഫസ്റ്റ് പോളിനോമിയലിൻ്റെ കറസ്പോണ്ടിങ് ടൈം എടുത്ത് റിസൾട്ടിനകത്ത് പ്ലേസ് ചെയ്യുക, ദെൻ K ഇൻക്രിമെൻറ്റ് ചെയ്യുക, I ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ല? അപ്പോൾ ഇത് ആണ് ഇതിൻ്റെ ഒരു പാർട്ട്. അപ്പോൾ ഫസ്റ്റ് പോളിനോമിയലിൻ്റെ ലെങ്ത്, നമ്പർ ഓഫ് ടേംസ്, ഈ ഇൻഡെക്സ് വാല്യൂ സെയിം ആവുന്നത് വരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഫസ്റ്റ് പോളിനോമിയൽ കഴിഞ്ഞിരിക്കും. മനസ്സിലായില്ല? ഈ പോളിനോമിയൽ കഴിഞ്ഞിരിക്കും. ആ സമയത്ത് ഈ സെക്കൻഡ് പോളിനോമിയൽ ചിലപ്പോൾ തീർന്നു പോകണമെന്നില്ല. മനസ്സിലായില്ലേ? J ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും നിൽക്കുന്നത്, ഫസ്റ്റ് കഴിഞ്ഞും പോകും. J ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അഡീഷൻ കഴിയില്ല, കാരണം ഫസ്റ്റിൽ മാത്രമേ ടേംസ് തീർന്നിട്ടുള്ളൂ, സെക്കൻഡിൽ ബാക്കി കിടക്കുകയാണ്. മനസ്സിലായില്ലേ? തിരിച്ചാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നടക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂപ്പ് ഫസ്റ്റിൻ്റെ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടോ അതുവരെ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് തീർന്നു പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഫസ്റ്റ് ടേം കുറവും സെക്കൻഡ് കൂടുതലുമാണെങ്കിൽ ഫസ്റ്റ് കഴിഞ്ഞും പോകും, സെക്കൻഡിൽ ബാക്കി റിമൈനിങ് ടേം കാണുകയും ചെയ്യും. അപ്പോൾ റിസൾട്ടിനകത്ത് ബാക്കി ടേംസിന് അതിനുപോലെ അങ്ങ് പ്ലേസ് ചെയ്യുന്നത്, കാരണം ഇവിടെ അഡീഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻഡ് വയൽ കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് J>M, കാരണം J എവിടെയോ നിൽക്കുകയാണ്, J ഇൻക്രിമെൻറ്റ് ചെയ്ത് എവിടെയോ വന്ന് നിൽക്കുകയാണ്. അതിലിനിയും ബാക്കി കിടപ്പുണ്ടെങ്കിൽ J>M ആണെങ്കിൽ, ഇപ്പോൾ എമ്മിൻ്റെ വാല്യൂ 10 J7 ആണ് നിൽക്കണമെങ്കിൽ 8, 9, 7, 8, 9 വരെ ചെയ്യാൻ കിടക്കുക. ആ 3 ടേമും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ പ്രോസസ്സാണ് സെക്കൻഡ് പോളിനോമിയലിലെ ടേമിനെടുത്ത് റിസൾട്ടൻറ്റ് പോളിനോമിയലിലെ ടേമായിട്ട് പ്ലേസ് ചെയ്യുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് K വാല്യൂ J വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ അൽഗോരിതം. ഈ അൽഗോരിതം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നമുക്കിത് വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. നിങ്ങൾ അൽഗോരിതം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ ഒരു കറക്ഷനേ ഉള്ളൂ. ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ്, ലെസ് ദാൻ അല്ല. ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ്. ഇത് തെറ്റിപ്പോയതാണ്. P1 of I of 1 ഗ്രേറ്റർ ദാൻ P2 of J.1. ഇത് ലെസ് ദാൻ എന്നായിപ്പോയി, ഇത് ഗ്രേറ്റർ ദാൻ. അപ്പോൾ ഇത് നിങ്ങൾ അൽഗോരിതം ഒന്ന് നോക്കുക. നമുക്കിത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ കറക്റ്റ് ചെയ്ത അൽഗോരിതം. ഇവിടെ P1 of I of 1 ഗ്രേറ്റർ ദാൻ P2 of J1. അപ്പോൾ ഈ കണ്ടീഷൻ ഇതാണ് നമ്മളെ അൽഗോരിതം. രണ്ട് സ്പാർസ് പോളിനോമിയൽ തമ്മിൽ ആഡ് ചെയ്യുന്ന അൽഗോരിതം ഇതാണ്. നമുക്കെന്തായാലും ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് പ്രോഗ്രാം
ചെയ്യാം. സ്മാർട്ട്സ് പോളി എന്ന പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് stdio.h മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നും എമ്മും ആണ് അതിൻ്റെ ഡയമെൻഷൻ പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് അല്ല, നമ്പർ ഓഫ് ടേംസ്. പിന്നെ നമുക്ക് 3 വേരിയബിൾ i j k ഇത്രയും നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളത് നമുക്ക് വരുമ്പോൾ ഡിക്ലെയർ ചെയ്യാം. ഇനി printf രണ്ട് പോളിനോമിയലും എത്ര ടേംസ് വെച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് റീഡ് ചെയ്യാം. എൻ്റെ നമ്പർ ഓഫ് ടേംസ് പോളിനോമിയൽ. രണ്ട് പോളിനോമിയലിലും എത്ര ടേംസ് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് റീഡ് ചെയ്യുന്നത്. അത് നമ്മൾ സ്കാനർ %d n ഫസ്റ്റിലത്ത് m സെക്കൻഡിൽ രണ്ട് ടേംസ് നമ്മൾ റീഡ് ചെയ്തു. ഈ രണ്ട് ടേം റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പോളിനോമിയലും അങ്ങ് ഡിക്ലെയർ ചെയ്യുകയാണ്. p1 അതിൻ്റെ ഡയമെൻഷൻ n of 2, ദെൻ p2 അതിൻ്റെത് m of 2, ദെൻ p3 അതിൻ്റെത് n പ്ലസ് m. അത് മാക്സിമം അത്രേ വരുള്ളൂ. അത് നമുക്ക് കറക്റ്റ് അറിയില്ല എത്ര ടേംസാണ് ആഡ് ചെയ്ത് വരുന്നതെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ മാക്സിമം വെച്ചിട്ട് ഡിക്ലെയർ ചെയ്യുക. ഇനി നമ്മൾ പോളിനോമിയൽ റീഡ് ചെയ്യുക. ഫോർ i is equal to 0, i less than n, i plus plus. ഇത് ഫസ്റ്റ് പോളിനോമിയൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മെസ്സേജ് എവിടെയും കൊടുക്കുക. printf enter and exponent first polynomial. അത് നമ്മളങ്ങ് റീഡ് ചെയ്യാണ്. സ്കാനർ ഫങ്ഷൻ വെച്ചിട്ട് റീഡ് ചെയ്യാം. നമുക്ക് രണ്ടെണ്ണമാണ് റീഡ് ചെയ്യേണ്ടത്. എക്സ്പോണൻറ്റും കോഎഫിഷ്യൻറ്റുമാണ്. %d. ആദ്യത്തത് നമ്മൾ കോഎഫിഷ്യൻ്റ് റീഡ് ചെയ്യുന്നു. അത് നമ്മുടെ 0th ഇൻഡെക്സിനകത്തായിട്ടാണ് വയ്ക്കുന്നത്. p1 എന്നുള്ള പോളിനോമിയലിൻ്റെ ith റോയിലെ 0th ഇൻഡെക്സും, ദെൻ p1 എന്നുള്ള പോളിനോമിയലിൻ്റെ ith റോയിൽ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എക്സ്പോണൻറ്റും വയ്ക്കുന്നു, റീഡ് ചെയ്യുന്നു. ഇനി നമ്മൾ പ്രിൻ്റ് നമുക്ക് ഇതിനെ കോപ്പി ചെയ്തെടുത്താൽ മതി. അതിനെ കോപ്പി ചെയ്ത് വെച്ചിട്ട് എൻ്റർ കോഎഫിഷ്യൻ്റ് ആൻഡ് എക്സ്പോണൻ്റ് ഓഫ് ഫസ്റ്റിന് പകരം ഞാൻ സെക്കൻഡ് എന്നാക്കുക. സെക്കൻഡ് പോളിനോമിയൽ ഇവിടെ നമ്മൾ ലൂപ്പ് പോകേണ്ടത് m വരെയാണ് പോകേണ്ടത്. ഇവിടെ p1 പകരം p2 ആക്കുക. റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ലൂപ്പ് കൺട്രോൾ വേരിയബിൾ തന്നെ ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻ സൈമിൾട്ടേനിയസ്ലി ചെയ്യുമ്പോഴാണ് രണ്ട് വേരിയബിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് പോളിനോമിയലിൻ്റെയും കോഎഫിഷ്യൻറ്റും എക്സ്പോണൻറ്റും റീഡ് ചെയ്ത് p1 എന്നും p2 എന്നും രണ്ട് അറയിലോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യണം. അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ പറയുന്നത് ഐയും ജെയും കെയും ഈക്വൽ ആക്കുക എന്നാണ്. i is equal to j is equal to k is equal to 0 അസൈൻ ചെയ്യുക. ഇനി പറയുന്നത് വൈൽ ലൂപ്പാണ്. while i less than
എൻ വരെയാണ് പോകാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വൈൽ ലൂപ്പ് പറഞ്ഞെങ്കിൽ ഐ ലെസ് ദാൻ. ഈ വൈൽ ലൂപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കണ്ടീഷൻ ജെ ലെസ് ദാൻ എം ആണോ നോക്കുക. കാരണം ജെ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. അത് നമ്മൾ ലൂപ്പിലായതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എ ലെസ് ദാൻ എം ആണെങ്കിലാണ് നമ്മൾ അടുത്ത കണ്ടീഷൻ ടേംസിൻ്റെ എക്സ്പോണൻ്റ് ഈക്വൽ ആണെന്ന് നോക്കുക. P1 ഓഫ് ഐ ഓഫ് 1 ആണ് എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇരിക്കുന്നത്, ഈക്വൽസ് P2 ഓഫ് P2ൻ്റെ ജെ ആണ്. P1ൻ്റെ ഐയും P2ൻ്റെ ജെയും ആണ്. രണ്ടും സെയിം ആണോ എന്ന് നോക്കുന്നു. സെയിം ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട P3 എന്ന് പറയുന്ന റിസൾട്ടൻ്റ് പോളിനോമിയലിൻ്റെ kth പൊസിഷനിൻ്റെ 0th ഇൻഡെക്സിനകത്തോട്ട്, അതായത് 0th കോളത്തിനകത്തോട്ട് P1ൻ്റെ ഐത്തിൽ 0th കോളത്തിലെ കോയിഫിഷ്യൻറ്റും P2ൻ്റെ കോയിഫിഷ്യൻറ്റും തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആഡ് ചെയ്ത് അസൈൻ ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഇനി P3യുടെ എക്സ്പോണൻ്റ് ആയിട്ട് ഏതോ P1ൻ്റെയോ P2ൻ്റെയോ എക്സ്പോണൻ്റ്, കാരണം രണ്ട് സെയിം ആണ്. 1നകത്തോട്ട് P1ൻ്റെ ഐയുടെ എക്സ്പോണൻ്റ് ഓക്കെ. ദെൻ ഐ ഇൻക്രിമെൻ്റ് ചെയ്യുക, ജെ ഇൻക്രിമെൻ്റ് ചെയ്യുക, കെ ഇൻക്രിമെൻ്റ്. 3 ഇൻക്രിമെൻ്റാണ് നടക്കുന്നത്. അത് നമ്മൾ 3 ഇൻക്രിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഐയുടെ ലാസ്റ്റ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. അപ്പോൾ ഇവിടെ അങ്ങ് കൊടുത്താൽ മതി. ഐ പ്ലസ് പ്ലസ് കെയുടെ ലാസ്റ്റ് വരുന്നത് ഇവിടെയാണ്. കെ ഇവിടെ കൊടുത്താൽ മതി. ഇവിടെ എങ്ങും ഒരു കാരണവശാലും കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻക്രിമെൻ്റ് ചെയ്ത് പോകും. അപ്പോൾ ഈ കണ്ടീഷനിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ട് കൊടുത്താൽ മതി. ജെയുടെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെയാണ്. അപ്പം ജെ ഇവിടെ ഇൻക്രിമെൻ്റ് കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഐ ഇൻക്രിമെൻറ്റ്, കെ ഇൻക്രിമെൻറ്റ്, ജെ ഇൻക്രിമെൻറ്റ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെറുതെ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ 3 സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഐ കെ പ്ലസ് പ്ലസ്, ഐ പ്ലസ് പ്ലസ്, ജെ പ്ലസ് പ്ലസ് എന്ന് 3 സ്റ്റേറ്റ്മെൻറ്റായിട്ട് താഴെ കൊടുക്കണമെന്നേ ഉള്ളൂ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണ് ഈസി എന്നുള്ള അത് രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഇനി ഇതല്ല എങ്കിൽ അടുത്ത കണ്ടീഷൻ നമ്മളിത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന്? എൽസ് ഇഫ് പറഞ്ഞിരിക്കുന്ന P1ൻ്റെ എക്സ്പോണൻ്റ് P2ൻ്റെ എക്സ്പോണൻറ്റിനേക്കാൾ വലുതാണോ എന്നാണ് ചോദിക്കുന്നത്. ജിയിൽ വലുതാണോ എന്നാണ് നോക്കുന്നത്. വലുതാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് P1നെ അതുപോലെ എടുത്ത് പ്ലേസ് ചെയ്യുക. P3 ഓഫ് K ഓഫ് 0 ഈക്വൽസ് ടു P1 ഓഫ് ഐ ഓഫ് 0. ആ കോയിഫിഷ്യൻ്റ് അത് വയ്ക്കുക. ദെൻ അതിൻ്റെ എക്സ്പോണൻറ്റും വയ്ക്കുക. P3 ഓഫ് K ഓഫ് 1 ഈസ് ഈക്വൽ ടു P1 ഓഫ് ഐ ഓഫ് 1. അപ്പോൾ കോയിഫിഷ്യൻറ്റും എക്സ്പോണൻറ്റും വെച്ചു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കെയും ഇൻക്രിമെൻ്റ് ചെയ്യുക, ഐ ഇൻക്രിമെൻ്റ് ചെയ്യുക. കെയും ഐയും ഇൻക്രിമെൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കെയും ഐയും ഇൻക്രിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ബ്ലോക്കിനെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുക്കുക. കെ പ്ലസ് പ്ലസ്, ഐ ഇവിടെയാണ് കൊടുക്കുന്നത്, ഐ പ്ലസ് പ്ലസ്. ഒരു കാരണവശാലും അതിന് മുകളിലോട്ട് കൊടുക്കരുത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കെ ഇൻക്രിമെൻ്റ്, ഐ ഇൻക്രിമെൻ്റ്. ഇനി ഇതും അല്ല എങ്കിൽ ലാസ്റ്റിലെ കണ്ടീഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻ നമ്മൾ എൽസ് പാർട്ടിനകത്ത് എഴുതുക. എൽസ് പാർട്ടിനകത്ത് വേണ്ടത് നിങ്ങൾക്ക് ആൾക്കാർ നോക്കി ചെയ്യാൻ എളുപ്പമാണത്. P3 ഓഫ് K ഓഫ് 0 ഇസ് ഈക്വൽ ടു P2 ഓഫ് ജെ. P2 വരുമ്പോൾ ജെ ആണ്, P1 വരുമ്പോൾ ഐ, P3 വരുമ്പോൾ കെ. P3 ഓഫ് K ഓഫ് 1 ഇസ് ഈക്വൽ ടു P2 ഓഫ് ജെ ഓഫ് 1, ജെ ഓഫ് 1. ദെൻ ഐ ഇൻക്രിമെൻ്റ് ചെയ്യുക, കെ ഇൻക്രിമെൻ്റ് ചെയ്യുക, അല്ല ജെ ഇൻക്രിമെൻ്റ് ചെയ്യുക, കെ ഇൻക്രിമെൻ്റ് ചെയ്യുക. ഇപ്പോൾ ജെ ഇവിടെയാണ് ലാസ്റ്റ് കിടക്കുന്നത്, കെ ഇവിടെയാണ് ലാസ്റ്റ് കിടക്കുന്നത്. 2 ഇൻക്രിമെൻ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? ഇനി ആ ലൂപ്പ്, ആ ബ്ലോക്കും കഴിഞ്ഞു. ഇനി ഇഫ് ഇവിടെ ക്ലോസ് ചെയ്ത് ഉണ്ട്. ഇത് കഴിഞ്ഞ് ഈ ബ്ലോക്കും കഴിഞ്ഞ് ഇഫ് നമ്മളിവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെയാണ് എൽസ്. ഇവിടെ നമ്മൾ എൽസ് എഴുതുന്നു.
എൽസിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഈ ജെ ലെസ് ദാൻ എം എന്ന് പറഞ്ഞാൽ ജെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഐ എടുത്ത് അതുപോലെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അതുപോലെ അങ്ങ് പ്ലേസ് ചെയ്യുക, അത്രയേ ഉള്ളൂ ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് കോപ്പി ചെയ്ത് ഇവിടെ അങ്ങ് വെച്ചാൽ മതി. P3 of k of 0 ഇതിൽ P1 of 0 വയ്ക്കുക, P1 of I dot 0, P3 of k പ്ലസ് പ്ലസ് 1 P3 ആ ടൈമിന് P1ൻ്റെ ആ ടൈമിന് എടുത്തങ്ങ് അവിടെ അങ്ങ് പ്ലേസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ അതിനകത്ത്. അതാണ് എൻ്റെ എൽസ് പാർട്ട്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ആ ഈഫ് അവിടെ ക്ലോസ് ചെയ്തു, നമ്മളെ ലൂപ്പ് അവിടെ ക്ലോസ് ചെയ്തു. ഇതാണ് ഇവിടെ ഇഫും ലൂപ്പും ക്ലോസ് ചെയ്തു. ഇനി ഇതിന് പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കിയും കൂടെ പ്ലേസ് ചെയ്യാം. വൈൽ ജെ ലെസ് ദാൻ എം, ജെ സെക്കൻഡ് പോളിനോമിയൽ ഇനി ഏതെങ്കിലും ടേംസ് ബാക്കി കിടപ്പുണ്ടെങ്കിൽ അതിനെ പ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഈ വരേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്കാണ് അവിടെ വരേണ്ടത്. ഇത്രയും ആണ് അതിനകത്ത് വരേണ്ടത്. ഇതാണ് P2ൻ്റെ ടേം എടുത്ത് പ്ലേസ് ചെയ്യുക എന്നുള്ളത്. ഇതിനെ നമ്മൾ ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്യാം. കണ്ടില്ലേ? ഇത്രയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡീഷൻ കഴിഞ്ഞു, നമ്മളെ അൽഗോരിതം തീർന്നു. ഇത്രയേ ഉള്ളൂ അൽഗോരിതം. എൻഡ് വൈൽ ജെ അത് കൂടെ കഴിഞ്ഞാൽ തീർന്നു, അൽഗോരിതം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പിന്നെ ആ പോളിനോമിയലിനെ അങ്ങ് പ്രിൻ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ പോളിനോമിയൽ അങ്ങ് പ്രിൻ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ഓഫ് റിസൾട്ട് പോളിനോമിയൽ റിസൾട്ടൻ്റ് പോളിനോമിയലായിട്ട് താഴെ എഴുതുന്നു. അവിടെ നമ്മൾ പോളിനോമിയൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അതിനകത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കെ ആണ് ഇൻക്രിമെൻ്റ്. അതിനകത്ത് P3യിൽ എത്ര ടൈംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ k ടൈംസ് ആണ്. അപ്പോൾ k ഒന്ന് അഡ്വാൻസ് ചെയ്താണ് നിൽക്കുന്നത്. അത് നമ്മൾ ഫോർ I is equal to 0 I ലെസ് ദാൻ k വരെ പോകുന്നൊരു ലൂപ്പ് എഴുതുക. അത്രയും നമ്പർ ഓഫ് ടേംസ് P3യിൽ ഉണ്ടായിരിക്കും I പ്ലസ് പ്ലസ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോളിനോമിയൽ പ്രിൻ്റ് ചെയ്യണം. പോളിനോമിയൽ പ്രിൻ്റ് ചെയ്യണ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെ ഒരു പോളിനോമിയൽ, ഈ പോളിനോമിയൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനിടയിൽ ഒരു പ്ലസ്സും മൈനസും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ മൈനസ് ഉള്ള കോയിഫിഷ്യൻ്റെല്ലാം നമ്മൾ കോയിഫിഷ്യൻ്റെ കൂടെ മൈനസ് ഉണ്ട്. ഈ സൈൻ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷേ പോസിറ്റീവിനൊന്നും ആ സൈൻ ഇല്ല. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പറാണ്, കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിലെല്ലാം ആ ടേം തുടങ്ങുന്നതിന് മുമ്പേ ഒരു പ്ലസ് സൈനൂടെ വേണം. മനസ്സിലായില്ലേ? ഈ ടേം തുടങ്ങുന്നതിന് മുമ്പ് പ്ലസ് സൈനൂടെ വേണം. അപ്പോൾ നമ്മൾ ആ കണ്ടീഷനാണ് അവിടെ ചെക്ക് ചെയ്യേണ്ടത്. ഇഫ് ആ ഇരിക്കുന്ന കോയിഫിഷ്യൻ്റ് P3യിലിരിക്കുന്ന ഐയിലിരിക്കുന്ന കോയിഫിഷ്യൻ്റ് 0യിലാണ് ഇരിക്കുന്നത്, അത് ഗ്രേറ്റർ ദാൻ 0 ഓർ ഈക്വൽ ടു 0 ആണെങ്കിലും വരണം. കാരണം നമുക്ക് 0 ആണ് റിസൾട്ട് വരണമെങ്കിൽ അത് അവിടെ വരണം. അപ്പോൾ 0 കാരണം ചിലപ്പോൾ സം ചെയ്ത് വരുമ്പോൾ 0 ആയിപ്പോവും. അപ്പോൾ 0 ആണെങ്കിൽ അതിന് നമ്മൾ പ്ലസ് സൈനാണ്, 0ക്ക് നമ്മൾ ബിഗിനിങ്ങിൽ പ്ലസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കൊരു പ്ലസ് സൈൻ വരണം. പക്ഷേ എല്ലായിടും കൊണ്ടൊന്ന് ഒരിടത്ത് പ്ലസ് സൈൻ ഇടാൻ പാടില്ല. കാരണം ബിഗിനിങ്ങിൽ പ്ലസ് സൈൻ വരരുത്. കാരണം ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് 2 ആണ്, ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് 2 ആണ്. അപ്പോൾ അവിടെ ബിഗിനിങ്ങിൽ പ്ലസ് വരരുത്. അപ്പം ബിഗിനിങ് ടേം ആണോ എന്നും കൂടെ നോക്കണം. അപ്പോൾ ബിഗിനിങ് ടേം ആണോ എന്ന് നോക്കാൻ വേണ്ടി ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് മാത്രം നോക്കിയാൽ, ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ബിഗിനിങ് ടേമാണ്, ബിഗിനിങ് ടേമിൽ വരരുത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ മാത്രം, ബിഗിനിങ് ടേം അല്ല എങ്കിൽ മാത്രം നമുക്ക് ഈ പ്ലസ് സൈൻ കൂടെ വരണം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രിൻ്റ് ഓഫ് ആ ടേം പ്രിൻ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്ലസ് സൈനും കൂടെ ഇടണം. എന്നിട്ട്
%d പിന്നെ നമുക്കൊരു എക്സ് ഉണ്ട് കണ്ടില്ലേ, ഇവിടെ ഒരു എക്സ് കൂടെ ഉണ്ട്. ഇങ്ങനെയാണ് അത് വരുന്നത്. കോഎഫിഷ്യൻറ്റ് ദെൻ എക്സ് ദെൻ പവർ, ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? കോഎഫിഷ്യൻറ്റ് ദെൻ എക്സ്, ഈ പവറിന് നമ്മൾ ക്യാരറ്റ് സിമ്പിളാണ് ഇടുന്നത്, ഈ സിമ്പിൾ മനസ്സിലായില്ലേ. എക്സ്പോണൻ്റ് നമുക്ക് അടുത്ത ലൊക്കേഷനിൽ ഇരിപ്പുണ്ട് %d. ഇനി നമ്മൾ P3 ഓഫ് i ഓഫ് 0 കോഎഫിഷ്യൻറ്റും P3 ഓഫ് i ഓഫ് 1 എക്സ്പോണൻറ്റും ഇരിപ്പുണ്ട്. ഇതൊന്ന് പ്രിൻ്റ് ചെയ്യാം. ഇതല്ല എങ്കിൽ ആ ടേം അതുപോലെ നെഗറ്റീവ് ആണെങ്കിൽ അതുപോലെ പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. %d എക്സ് ക്യാരറ്റ് സിമ്പിൾ %d P3 ഓഫ് i ഓഫ് 0 P3 ഓഫ് i ഓഫ് 1. ഇത് കഴിയുമ്പോൾ പോളിനോമിയൽ പ്രിൻ്റ് ചെയ്ത് കഴിയും. പിന്നൊരു / നമ്മുടെ പ്രോംപ്റ്റ് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രോംപ്റ്റ് അതിൻ്റെ കൂടെ കയറി വരും. നമ്മളൊരു / എന്നോട് പ്രിൻ്റ് ചെയ്യാൻ പറയും. കാരണം ഇതിനകത്ത് വേറൊരു / എന്ന് പറയാത്തതുകൊണ്ട് ഒരു / എന്നോട് പറഞ്ഞ് നമ്മുടെ പ്രോംപ്റ്റ് താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത്രയാണ് നമുക്ക് പോളിനോമിയൽ അഡീഷനിൽ ഈ അൽഗോരിതം വെച്ച് ചെയ്യാനുള്ളത്. നമുക്കൊന്ന് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. എററില്ല. സാമ്പിൾ ഡാറ്റ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ 2 പോളിനോമിയൽ. ഈ പോളിനോമിയൽ ഇതിൽ ഞാൻ എക്സ്പോണൻ്റ് ഹയസ്റ്റ് ഡിഗ്രി മുകളിലും ലോവസ്റ്റ് ഡിക്രിമെൻ്റ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. 2 പോളിനോമിയൽ അങ്ങനെ. ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5, ഇതിൽ 7. ഇപ്പം 5 7 ആണ് കൊടുക്കാനുള്ളത്. ദെൻ ഫസ്റ്റ് പോളിനോമിയൽ എൻ്റർ ചെയ്യുക. 12 52 കോഎഫിഷ്യൻറ്റും എക്സ്പോണൻ്റാണ് കൊടുക്കുന്നത്. 9 21, ദെൻ -4 6, ദെൻ അടുത്ത് 2 2, ദെൻ 4 0. അപ്പോൾ ഫസ്റ്റ് പോളിനോമിയൽ കഴിഞ്ഞ് ദെൻ സെക്കൻഡ് പോളിനോമിയൽ കൊടുക്കുക. 2 96, -21 68, ദെൻ 4 52, then -8 12, then 14 6, then 4 2, -8 1. 2 പോളിനോമിയൽ കൊടുത്ത് റിസൾട്ടൻ്റ് പോളിനോമിയൽ ഇത് ഇവിടെ താഴെ വന്നിട്ടുണ്ട്. 2x raised to 96, 2x raised to 96 -21x raised to 68 ഉണ്ടല്ലേ. അത് കഴിഞ്ഞ് +16x raised to 52, +16x raised to 52, then +9x raised to 21, +9x raised to 21, then -8x raised to 12, -8x raised to 12, then +10x raised to 6, +10x raised to 6. അടുത്ത് കിടക്കുന്ന +6x square, +6x square, then -8x, then +4x raised to 0, +4. അതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പോളിനോമിയലിൻ്റെ സം കണ്ടുപിടിക്കുന്നത്. ഇത് നിങ്ങൾ തിരിച്ച് കൊടുത്താൽ ഇതേ റിസൾട്ട് തന്നെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. കാരണം ഇത് പോളിനോമിയൽ തിരിച്ചിട്ട് നോക്കാം. ഒന്ന് 5ഉം ആദ്യത്തെ 5ഉം ആദ്യത്തെ 7ഉം സെക്കൻഡ് 5ഉം കൊടുക്കുക. അപ്പോൾ ഈ പോളിനോമിയൽ ആദ്യം എൻ്റർ ചെയ്യുക, ദെൻ ഈ പോളിനോമിയൽ എൻ്റർ ചെയ്യുമ്പോൾ ഇതേ ഔട്ട്പുട്ട് തന്നെ കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, റൺ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത എക്സ്പെരിമെൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.